നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി സായുധ സേനയുടെ സല്യൂട്ട് സ്വീകരിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിന് വെള്ളപ്പൊക്ക ദുരിതത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മണ്ണുത്തി ലയൺസ് ക്ലബ് ഓഫ് അഗ്രിസിറ്റി ചുവന്നമണ്ണ് കരീഷ്മയിലെ അന്തേവാസികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നടനശ്രീ നൃത്തവിദ്യാലയത്തിലെ 100ഓളം വിദ്യാർത്ഥികൾ പുന്നംപറമ്പ് സെന്ററിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരതം സൃഷ്ടിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും തിരിച്ചുകൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിലുപരി ശാസ്ത്രീയ ചിന്തയോടും യുക്തിബോധത്തോടെയും വൈജ്ഞാനിക അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് സമത്വത്തിലും തുല്യതയിലും ഊന്നിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഒന്നിച്ച് കൈകോർക്കേണ്ടത് അനിവാര്യതയാണ്. വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്നും മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. അഹിംസയിൽ അടിയുറച്ചു നിന്ന സമാനതകളില്ലാത്ത സമരാനുഭവങ്ങളാണ് ലോക ചരിത്രത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രേഖപ്പെടുത്തിയത്. വ്യത്യസ്ത സാംസ്കാരിക സവിശേഷതകളിലുള്ള പ്രദേശങ്ങളെ കൂട്ടിയിണക്കി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യ പ്രതീക്ഷകൾ കോട്ടം തട്ടാതെ മുന്നോട്ടു പോകുന്നുവെന്ന് ഉറപ്പാക്കണം. ബൃഹത്തായ സാംസ്കാരിക വൈജാത്യം എന്ന നിലയിൽ ഇന്ത്യയുടെ നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഏകത്വത്തെ സംരക്ഷിക്കാൻ, അനന്ത വൈവിധ്യങ്ങളെ പരിപാലിക്കാൻ, ബഹുസ്വരതയെ നിലനിർത്തി മുന്നോട്ടു പോകാൻ ഓരോ സ്വാതന്ത്ര്യദിനത്തിലും ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടത് അനിവാര്യമാണ്. സമാനതകളില്ലാത്ത ലോകശ്രദ്ധ മുഴുവൻ ആകർഷിച്ച അഹിംസയിൽ അടിയുറച്ച ജനാധിപത്യ ബോധം വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക വ്യത്യസ്തതകളെ കൂട്ടിയിണക്കി ആവിഷ്കരിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം അമൂല്യമായി സംരക്ഷിക്കപ്പെടണം. ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും അമരമായ അനുഭവങ്ങൾ ശാശ്വതീകരിക്കണം. രാഷ്ട്രപിതാവ് ആഹ്വാനിച്ചതനുസരിച്ച് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃത്വത്തിലേക്കും എത്തിച്ച് ശാക്തീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ 9-ന് ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമായി. മൈതാനത്തെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. തൃശൂർ സെന്റ് ആൻസ് കോൺവെന്റ്, കുരീച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് പ്ലറ്റൂണുകൾ പരേഡിന് മികവേകി. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K. സതീഷ് കുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. സായുധ സേന പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസേതര സ്ഥാപനമായ തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷിനും റോളിംഗ് ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു. ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി. P. ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. Second prize for senior NCC boys. Company senior officer Sri Abhinav PJ Naicha. Sri Kerala College
24th Kerala School Day, 24th Kerala Battalion NCC Brigade Boys. Second prize. 78ാമത് സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അനശ്വരമായ സ്മരണകൾ ഉറങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കായി സമ്മേളിച്ചിട്ടുള്ള ഏവർക്കും ഹൃദയംഗമമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഇത്തവണ കേരളത്തിൽ വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്ത് പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സഹോദരീ സഹോദരന്മാരുടെ വേദനയിൽ പങ്കുചേരുമ്പോൾ തന്നെ നമുക്ക് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ച പാണഞ്ചേരി പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിയും വീട്ടുസാധനങ്ങളും അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കണ്ണാറ സമന്യനഗർ സ്വദേശി ഇടപ്പാറ ബാബുവിന്റെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അഡ്വൈസറി കമ്മിറ്റി അംഗം ലീലാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകൾ കൈകോർത്താണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകാൻ സാധിച്ചത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഓണത്തിന് മുൻപ് ഈ കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ലീലാമ്മ തോമസ് പറഞ്ഞു. പഞ്ചായത്ത് അംഗം സുശീല രാജൻ മുഖ്യാതിഥിയായി. മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറി ശകുന്തള ഉണ്ണികൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസില നിഷാദ്, മണ്ഡലം പ്രസിഡന്റ് കെ.പി. ചാക്കോച്ചൻ, കെ.പി.സി.സി മെമ്പർ നിഖിൽ ദാമോദരൻ, പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിജു, ഓമന ശങ്കർ, ഷിബു പോൾ, ബിന്ദു ഹ്യൂബർട്ട്, അനിൽ നാരായണൻ, എൽദോസ് കെ.പി., പൗലോസ് കെ.എം. എന്നിവർ സംസാരിച്ചു. പങ്കുചേരാൻ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്ത് വന്നുകൊണ്ട് ക്യാമ്പിലും വന്ന് നിങ്ങളുടെ വേദനയിലൊക്കെ മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ നമുക്കിങ്ങനെ ഒരു പേര് ഒരു പഴഞ്ചൊല്ലുണ്ട്, നോ സ്ട്രെയിൻ ഓൺ ദ ബ്രെയിൻ ദാറ്റ് ഈസ് ആൻറ്റി ഹ്യൂമാനിറ്റി. അതായത് ആ ഹ്യൂമാനിറ്റി തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വിഷമം നിങ്ങൾ അന്ന് അവിടെ ക്യാമ്പിൽ വെച്ച് പറഞ്ഞു, ബാബുനോട് എൻ്റെ മുമ്പിലൊക്കെ വെച്ചാൽ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് എന്താവും, പക്ഷെ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റില്ല. പഞ്ചായത്ത് അധികൃതരുടെ അടുത്ത് സുശീലയും ബാബുവും ചാക്കോച്ചനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലൊരു ചെറിയ കൈത്താങ്ങ് എന്നുള്ള ലെവലിൽ നമുക്ക് ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തരാനായിട്ട് ഒത്തിരി സുമനസ്സുകൾ. സുശീല പറഞ്ഞ പോലെ ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയൊന്നുമില്ല. പക്ഷെ തൊലിക്കെട്ടി അല്പം ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ചോദിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുന്നു. പിന്നെ കുറേ പേരെങ്കിലും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അത് നമ്മൾ ചെയ്തതിൻ്റെ കുറേ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായിച്ച ഒരാളാണ് നിഖിൽ. പിന്നെ KC അഭിലാഷ്, ആ കോച്ചൻ വേണ്ട ഉപദേശങ്ങൾ നമുക്ക് തന്ന് ഫോൺ നമ്പറുകളൊക്കെ തന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് സുശീല, ഫസീല, അങ്ങനെ എല്ലാവരോടെയും കൂടിയാണ് ഇത്. പിന്നെ ഇസാഫിനെയൊക്കെ ഞാൻ നന്ദിയോടെ സ്മരിക്കുക. സെന്റ് അലോഷ്യസ് LP സ്കൂളിന്റെ ബാൻഡ് സെറ്റ് ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിനാഘോഷവും ബ്യൂഗിൾ 24 സമുചിതമായി ആഘോഷിച്ചു. പ്രധാന കവാടത്തിൽ നിന്ന് വിശിഷ്ടാതിഥികളെ ആനയിച്ചുകൊണ്ട് ബാൻഡ് സെറ്റ് ടീമും സ്കൂൾ ക്ലബും LP അങ്കണം വരെ മഹോത്സവവുമായി ചുവടുവെച്ചു. ബ്യൂഗിൾ 2024 അനുമോദനം അർപ്പിച്ചുകൊണ്ട് നഴ്സറിയിലെയും LPയിലെയും കുട്ടികൾ ഒത്തുചേർന്ന് ദേശീയത വിളിച്ചോതുന്ന വേഷവിധാനങ്ങളോടുകൂടിയ നൃത്താവിഷ്കാരവും പ്രച്ഛന്നവേഷവും അവതരിപ്പിച്ചു. എല്ലാ കുട്ടികളും വെള്ള വസ്ത്രം ധരിച്ച് വർണ്ണാഭമായ അരങ്ങുകളുമായി ഒരേ താളത്തിൽ അവതരിപ്പിച്ച കണ്ണഞ്ചിപ്പിക്കുന്ന നൃത്തം രക്ഷിതാക്കളെയും വിശിഷ്ടാതിഥികളെയും വളരെയധികം സന്തോഷിപ്പിച്ചു. ബാൻഡ് സെറ്റ് ടീം നടത്തിയ മാസ് ഡ്രിൽ പ്രകടനം അതീവ ഗംഭീരമായിരുന്നു. പൊതു മീറ്റിംഗിൽ പ്രധാന അധ്യാപിക ബിന്ദു KP വിശിഷ്ടാതിഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ തോമസ് ചക്രമാക്കിൽ CMI അധ്യക്ഷനായി. KAP 1ാം ബറ്റാലിയൻ അംഗവും പോലീസ് ബാൻഡിലെ ബെസ്റ്റ് ബ്യൂഗ്ലറുമായ സബ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബാൻഡ് സെറ്റ് സ്റ്റിക്ക് കുമാരി ജെയിൻ മെറിറ്റ്സയ്ക്ക് കൈമാറി. ബ്യൂഗിൾ വായിച്ചുകൊണ്ട് സദസ്സിൽ ഒരു സംഗീത മഴ തന്നെ പൊഴിച്ചു.
78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഗോൾഡൻ ലിഡിയ എന്ന വൃക്ഷത്തൈ വിദ്യാലയ അങ്കണത്തിൽ നട്ടു. മഹത്തായ സംരംഭത്തിന് സഹായ സഹകരണങ്ങൾ നൽകിയ സുമനസ്സുകളെ നന്ദിയോടെ സ്മരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പതാക നിർമ്മാണം, പതാക വരയ്ക്കൽ മത്സരങ്ങളിൽ വിജയികളായ ജെയിൻ മെറിറ്റ്സ, ആൻബി ടോം എന്നിവർക്കും ഇംഗ്ലീഷ് മലയാളം പ്രസംഗ മത്സരങ്ങളിൽ വിജയികളായ അനീറ്റ റോസ് ബാബു, ആൻബി ടോം എന്നിവർക്കും നഴ്സറിയിലെ അമ്മമാർക്ക് നടത്തിയ ഫ്ളാഗ് മേക്കിംഗ് മത്സരത്തിൽ വിജയികളായ ധ്രുവാനന്ദ് ES, അഞ്ജുഷ KJ, അദ്വിക ടി രഞ്ജിത്ത്, ബദ്രിനാഥ് TA എന്നിവർക്കും ക്വിസ് മത്സരത്തിൽ വിജയികളായ എയ്തം ബി ടോം, ഹരിത് MS എന്നിവർക്കും തൃശൂർ കോർപ്പറേഷൻ 45ാം ഡിവിഷൻ കൗൺസിലർ ലാലി ജെയിംസ് സമ്മാനദാനം നിർവഹിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് മാനേജർ പ്രതിനിധി റവറൻഡ് ഫാദർ ബിനോ ബാബു CMI, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷാജു മാത്യു CMI, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജെന്നി മാസ്റ്റർ, ബാൻഡ് മാസ്റ്റർ സനോജ് സണ്ണി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ലിജോ ജോസഫ്, PTA പ്രസിഡന്റ് വിജേഷ് NC എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ സോഫി CF, റോമന ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. മണ്ണുത്തി ലോഹിതദാസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതനിൽ ഓഗസ്റ്റ് 14-ന് 2:30 മുതൽ 3:30 വരെ കുട്ടികളുടെ അഭിരുചി പരിശോധിക്കുന്നതിനായി ശില്പശാല നടത്തി. ഈ പുഴയും കടന്ന്, നക്ഷത്ര താരാട്ട് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ കണ്ണൻ പെരുമുടിയൂർ, സംവിധായകൻ ശ്രീകുട്ടൻ, കിടാവിളക്ക് ഷോർട്ട് ഫിലിം സംവിധായകൻ ദർശൻ, തിരക്കഥാകൃത്തും വൺമാൻ ഷോ അവതാരകനുമായ സലിം കലാഭവൻ, ആർട്ടിസ്റ്റായ കലാഭവൻ ഷീരു, ഡിസൈനറായ കൃഷ്ണമാധവ്, ഡോക്ടർ എമിൽ, ശ്രീജ, ദീപ്തി, രഞ്ജിത്ത്, അനൂപ്, അഖിൽ, ഡിസൈനറായ വിജിൽ തുടങ്ങിയ ചലച്ചിത്ര സാമൂഹിക രംഗത്തെ പ്രശസ്തരായ വ്യക്തികളുടെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. കർമ്മത്തെ ചക്രവംശകളായ കൗശകുണ്ടലങ്ങൾ എരന്ന് വാങ്ങാൻ പോയ ദൈവരാജാവിന്റെ കഥ അറിയുന്നതും ഉണ്ടാവും. മക്കളെ, നമസ്കാരം. നമ്മുടെ ഈ പരിപാടി ആഘോഷം ഏതായാലും കലണ്ടർ ഒന്ന് പരിഗണിച്ചോളൂ. മണ്ണുത്തി ലയൺസ് ക്ലബ് ഓഫ് അഗ്രിസിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ചുവന്നമണ്ണ് കരീഷ്മയിലെ അശരണരായ അമ്മമാർക്കും യുവതികൾക്കും ഒപ്പം നടത്തി. SCC സന്യാസിനി സമൂഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരീഷ്മയിലെ അന്തേവാസികൾക്കൊപ്പം ലയൺസ് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഒരു പുത്തൻ അനുഭവമായിരുന്നു. എല്ലാ അന്തേവാസികളും ഒരേ തരത്തിലുള്ള പുതുവസ്ത്രങ്ങൾ ധരിച്ച് പാട്ടുപാടിയും കൊച്ചു കൊച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ചും സ്വാതന്ത്ര്യദിനം അവിസ്മരണീയമാക്കി. ക്ലബ് പ്രസിഡന്റ് പത്മകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പതാക ഉയർത്തി എല്ലാവർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി ജേക്കബ് നെറ്റോ, മദർ സിസ്റ്റർ, ലയൺസ് ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ഒരു മണിമൊത്തം നിൻ കവിളിൽ കുളിർന്നുവോ പൂവേ, ഒരു മണിനാദം നിൻ കാതിൽ കുളിർന്നുവോ അറിയാതെ വന്ന സ്നേഹം
ആത്മാവിലൂടെ നിന്നും ഓരോരോ പൂവിലും ഓരോരോ നോവിലും നീയാണൻ സംഗീതം പുത്തൂർ കുന്നംകാട്ടുകര കാരുണ്യ ജനശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തൂർ കാലടി ചീരമ്പൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ റോണിഷ് ജോസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. സംഘം ചെയർമാൻ എം സുരേഷ് അധ്യക്ഷത വഹിച്ചു. ES ബൈജു മുഖ്യാതിഥിയായി. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർ ബിന്ദു സേതുമാധവൻ, CL ഓനപ്പൻ, K ശിവരാമൻ എന്നിവർ സംസാരിച്ചു. SNA ഔഷധശാലയുമായി സഹകരിച്ച് നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിലെത്തിയവർക്ക് ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. മുഖ്യമായ പരിഗണന കൊടുക്കേണ്ടത്, അതിനുശേഷം മതി ബാക്കി എല്ലാ കാര്യങ്ങളും. വിദ്യാധനം സർവ്വധന പ്രധാനം എന്ന് പറയുന്ന പോലെ തന്നെ ആരോഗ്യവും സർവ്വതാൽ പ്രധാനം തന്നെയാണ്. കാരണം രോഗപ്രതിരോധം അല്ലെങ്കിൽ ജീവിതശൈലി എന്നിവ കൊണ്ട് മാറ്റാവുന്ന അനവധി രോഗങ്ങൾ, അതായത് ഒരു 80 മുതൽ 90% രോഗങ്ങളും ഇതിനെ മറന്ന് ബാക്കി വരുമ്പോഴാണ്, ജീവിതശൈലിയിൽ നിന്ന് നമ്മൾ മാറുമ്പോഴും അല്ലെങ്കിൽ രോഗപ്രതിരോധം നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത്തരം രോഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് പ്രായമായവർ, നിങ്ങളുടെ ആഹാര കാര്യങ്ങളിലും ഉറക്കം, അതുപോലെ നിങ്ങളുടെ അമിതമായ ജോലി, അതിലെല്ലാം ഒരു കൃത്യത പാലിക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം പണ്ട് ആചരിച്ചു വന്നിരുന്ന നമ്മുടെ മുൻതലക്കാർക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യമുണ്ടായിരുന്നു. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വികാരി ഫാദർ പോളി നീലങ്കാവിൽ പതാക ഉയർത്തി. അസിസ്റ്റന്റ് വികാരി ജിതിൻ നെല്ലങ്കര, കൈക്കാരന്മാരായ ബേബി വടക്കുംപാടൻ, നോബി മെനാച്ചേരി, പോളി നെല്ലിശ്ശേരി, MV നെൽസൺ എന്നിവർ നേതൃത്വം നൽകി. വലിയ മനസ്സ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് മറ്റുള്ളവർക്കും നമുക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേർന്നുകൊണ്ട് ഈ പതാക നമുക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനം, ഇന്ത്യ എന്ന രാജ്യത്തിനോട് ബഹുമാനം നമുക്ക് പ്രകടിപ്പിക്കാം. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലനിധരംഗ, തവ ശുഭനാമേ ഗാഹേ, തവ ശുഭ ആശിഷ മാംഗേ, ഗാഹേ തവ ജയ ഗാഥ. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് തലപ്പള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ MP കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR അനൂപ് കിഷോർ, സ്വപ്ന ശശി, ജമീല ബി, മുഹമ്മദ് ബഷീർ, സന്ധ്യ കൊടക്കാടത്ത്, തഹസിൽദാർ MC അനുപമൻ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് നബീൽ TA, ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS വടക്കാഞ്ചേരി. ദുരന്തങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ 4/1 വരുന്ന ജനവിഭാഗങ്ങൾ നാനാതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ്. അപ്പോൾ ജാതിരഹിതമായൊരു സംഭവം ഉണ്ടാകണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് വീണ്ടും നമ്മൾ ജാതിയിലേക്ക് പോകണം എന്നുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ഇതുപോലെ രാജ്യത്ത് ഗുണമാണോ ചെയ്യുക, ദോഷമാണോ ചെയ്യുക എന്നുള്ള കാര്യവും നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മുടെ MLA ചൂണ്ടിക്കാണിച്ചു, ലോകത്താകെ തന്നെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമുണ്ടാകുക, പ്രകൃതിയിൽ മാറ്റമുണ്ടാകുകയാണ്. ലോകത്തെല്ലാ സ്ഥലത്തും പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരിക.
നമുക്കറിയാം നമ്മുടെ കേരളവും അതിന് ഭിന്നമല്ല എന്നുള്ളത് ഓരോ സന്ദർഭത്തിൽ നാം കാണുകയാണ്. 2018 മഹാപ്രളയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് പാർലിക്കാടാണ് അന്ന് 19 സഹോദരങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടത്. അതിൻ്റെ വേദന നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട്. നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അടുത്ത കാലത്ത് വയനാടിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത ഏറ്റവും വലിയ പ്രളയ ദുരന്തമാണ് ഉണ്ടായത്. ആ മണ്ണിടിച്ചിലും ആ ദുരന്തത്തിലും നൂറുകണക്കിന് ആളുകൾ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഭൂമിയുടെ മണ്ണിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. മണ്ണുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ണുത്തി വ്യാപാര ഭവന് മുൻപിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ബാബു CA പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് യൂണിറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകി. മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ 18ാം ഡിവിഷൻ മണ്ണുത്തി 76 നമ്പർ അംഗനവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. അങ്കണവാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ രേഷ്മ ഹേമേജ് പതാക ഉയർത്തി. ഭാസ്കരൻ K മാധവൻ, സുബ്രഹ്മണ്യൻ KK, ഗോപി തറപ്പേൽ എന്നിവർ സംസാരിച്ചു. അങ്കണവാടി ജീവനക്കാർ, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വളരെ വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ ഒരു ആഘോഷം വളരെ ചുരുങ്ങിയതിൽ നമ്മൾ തീർക്കാണ് സ്വാതന്ത്ര്യദിനാഘോഷം. എങ്കിലും നമുക്ക് നല്ലൊരു നന്മ, ഇപ്പോഴും മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ഇനിയും ഒരു പ്രളയത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവുമെന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നമ്മുടെ തൃശ്ശൂർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എല്ലാ കുഞ്ഞു മക്കളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കുക. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി നന്നായി നമ്മുടെ പല ഭാഗങ്ങളിലും നിൽക്കുന്നുണ്ട്. അപ്പം എപ്പോഴും കുഞ്ഞുങ്ങളെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ണുത്തി പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PD റജി പതാക ഉയർത്തി. MK ഗോപാലകൃഷ്ണൻ, A സജീവൻ, അഖിൽ PS തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തന്നെ ഭീഷണിയായി മുന്നോട്ട് പോയിരിക്കുന്ന BJP സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം ഉന്നയിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ സാഹചര്യവുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ദേശീയമായിട്ടുള്ള കാര്യങ്ങളെ കൂടി അവഗണിച്ചുകൊണ്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന രീതിയുമായി മുന്നോട്ട് പോകുന്ന BJP സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ദേശീയ ദിനം നമ്മൾ വളരെ സമുചിതമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇത്തരം കാര്യങ്ങളുടെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഈ ദേശീയതയ്ക്കെതിരെ BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നയിക്കണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പതാക ഉയർത്തുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡും ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CA ബാബു അധ്യക്ഷനായി. മണ്ണുത്തി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബൈജു പോൾ മുഖ്യാതിഥിയായി. ഒല്ലൂർ മണ്ഡലം കൺവീനർ CR കേശവൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. KS പ്രഹ്ലാദൻ ക്യാഷ് അവാർഡ് ദാനം നടത്തി. വൈസ് പ്രസിഡന്റ് CD ജോമോൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ ജോസഫ് കൊമ്പൻ, നബി മേനാച്ചേരി എന്നിവർ സംസാരിച്ചു. 8:30 പ്രസിഡന്റ് CA ബാബു ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സൗഹാർദ്ദ ഷൂട്ടൌട്ട് മത്സരത്തിൽ UK കിഷോർ 1ാം സ്ഥാനവും ഗോഡ്വിൻ 2ാം സ്ഥാനവും അഭിനന്ദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാഷ് പ്രൈസും ട്രോഫിയും നേടി പ്രസിഡന്റ് CA ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നല്ലൊരു ഭരണഘടനയിൽ ഒരുപാട് സ്വാതന്ത്ര്യം, ഒരുപാട് സ്വന്തം ഭരണാധികാരികളെക്കാൾ ഓട്ടവാശമുള്ള നാട്ടിലാണ്. അന്നതുണ്ടായില്ല നമുക്ക്. പിന്നെ അടുത്തൊരു വിദ്യാഭ്യാസ അവാർഡ് പരിപാടിയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ അവാർഡ് തരത്തിലപ്പോൾ അതിന് മരിച്ച വിജയം നൽകിയ എല്ലാവർക്കും കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ പറയണം. കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് ശരിക്കും അവരും നാളത്തെ പൗരന്മാർ, നാളത്തെ ഡിസ്റ്റഡി, ഈ നാളത്തെ രാജ്യങ്ങളൊന്നും ക്ഷയിപ്പിക്കുന്നത് അവരിലൂടെയാണ്. അപ്പോൾ അവർക്ക് അവരെല്ലാവരും അഭിനന്ദിക്കുന്നു. ഈ വൈകിയ വളരുമ്പോൾ കൂടുതൽ സംസാരിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം മണ്ഡലം പ്രസിഡന്റ് MU മുത്തു പാർട്ടി ഓഫീസിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ഭാസ്കരൻ K മാധവൻ, ജോണി അരിമ്പൂർ, CA ജോസ്, CJ രാജേഷ്, ബേബി പാലോലിക്ക, മനോജ് KD, KK കാസിം എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ ജാഥയിൽ പങ്കെടുത്തത്. അവസാനം ദണ്ഡിയിലേക്ക് എത്തി ആ ഉപ്പ് കൊടുക്കുന്ന കവാടത്തിലേക്ക് ആ 78 കേഡറ്റിൽ ആദ്യത്തെ കേഡറ്റ് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം കൈ പിന്നിൽ കെട്ടിക്കൊണ്ട് വളരെ ചിരിച്ച് മന്ദസ്മതം തൂക്കിക്കൊണ്ട് അദ്ദേഹം നടന്ന് ആ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രിട്ടീഷിൻ്റെ കമാൻഡന്റ് പറയുന്നു, ചാർജ്. ഇത് കേട്ടതും ബ്രിട്ടീഷ് തലങ്ങും വിലങ്ങും അടിച്ച് ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് ചവിട്ടി അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ചോരയൊലിച്ച് അവശനിലയായി അദ്ദേഹം നിലത്തു വീണു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വന്ന് ആ കേഡറ്റിനെ എടുത്തുകൊണ്ടുപോയി. അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ കേഡറ്റ് അവിടെ നിന്ന് ഇതുപോലെ തന്നെ നടന്നു വരികയാണ്. കൈ പിന്നിലേക്ക് എല്ലാം കെട്ടിക്കൊണ്ട് വളരെ സമാധാനത്തോടെ ഉപ്പ് കുറുക്കുന്ന കവാടത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ആ കമാൻഡൻറ്റിൻ്റെ കമാൻഡ് വന്നു, ചാർജ്. അങ്ങനെ അന്ന് ആ പട്ടാളം ആ രണ്ടാമത്തെ കേഡറ്റിനും ഇതുപോലെ അടിച്ച് കൈയും കാലെല്ലാം തല്ലി ഓടിച്ച് അദ്ദേഹവും നിലത്തിട്ടു. തൃശൂർ കോർപ്പറേഷൻ 23-ാം ഡിവിഷൻ മിഷൻ ക്വാർട്ടേഴ്സിലെ ഗാന്ധി സ്ക്വയറിൽ രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. ഡിവിഷൻ കൌൺസിലർ ലീല വർഗീസ് പതാക ഉയർത്തി. രാജ്യത്തെ ഓരോ പൗരനും ആത്മാഭിമാനത്തോടെ നിറപുഞ്ചിരിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യ ദിനാഘോഷം ഊർജ്ജമാകട്ടെ. ബൈജു വർഗീസ്, ജോർജ് ചാണ്ടി, ആന്റണി തരകൻ, അഡ്വക്കേറ്റ് സണ്ണി ജോർജ്, ജോൺസൺ ആലപ്പാട്ട്, അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി, CK ജോയ്, KL ഉണ്ണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഡിവിഷൻ അംഗങ്ങൾ, തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബറ്റാലിയൻ 23 NCC കുട്ടികളുടെ മാർച്ചും ഉണ്ടായിരുന്നു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ കെട്ടിടത്തിന്റെ വലിയ ചില്ലുപാളി അടർന്നു വീണ് കാൽനട യാത്രക്കാരന് തലയ്ക്ക് പരിക്കേറ്റു.
തമിഴ്നാട് സ്വദേശിയും ഇരിങ്ങാലക്കുട വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ 32 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് പരിക്ക്. 7 തുന്നലുകളിട്ടു. രാവിലെ 10:30 സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡിനും മാറാർ റോഡിനും ഇടയ്ക്കുള്ള മനോരമ ബിൽഡിംഗിലെ 1ാം നിലയിലെ വലിയ ചില്ലുപാളി അടർന്ന് താഴെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന ഗോപാലന്റെ തലയിൽ പതിച്ചു. ഫയർഫോഴ്സ് എത്തി പരിക്കേറ്റ് അബോധാവസ്ഥയിലിരുന്നയാളെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ശേഷിക്കുന്ന ചില്ലുപാളികൾ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പൊന്നൂക്കര സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ പതാക ഉയർത്തി. യൂണിറ്റ് സെക്രട്ടറി ജിനിൽ കുണ്ടോളി, ട്രഷറർ ജാക്സൺ CJ, വൈസ് പ്രസിഡന്റുമാരായ സേതു, ഷിജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അഖിൽ, പ്രശാന്ത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വ്യാപാരികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നെട്ടിശ്ശേരി ആൽ പരിസരത്ത് റിട്ടയേർഡ് സുബൈദർ മേജർ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് U മോഹൻദാസ്, സെക്രട്ടറി T രാമചന്ദ്രൻ, ട്രഷറർ E സരീഷ്, മെമ്പർ കമ്മിറ്റി നിതീഷ്, ഹരി, രാധാകൃഷ്ണൻ, അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക റിംസി ജോസ് ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SMC വൈസ് ചെയർമാൻ മാർവിൻ മൈക്കിൾ, സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് വിജയൻ TA, MPTA പ്രസിഡന്റ് മേഘ സുമേഷ്, MPTA വൈസ് പ്രസിഡന്റ് അനു സോണി, സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് സജിത KS എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ PTA, SMC, MPTA കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രതിജ്ഞയുണ്ടായിരുന്നു. എന്റെ രാജ്യത്തെ ലഹരി വിമുക്തമാക്കാൻ എന്റെ കഴിവിനെ പരമാവധി ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ജവഹർ ബാലമഞ്ച് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. ആനി ജോർജ്, ഓമന ജോസ്, ജോയ് KG, എഡിസൺ AR എന്നിവർ നേതൃത്വം നൽകി. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഇസാഫ് ബാങ്കിന്റെ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചു. ഇസാഫ് ബാങ്കിന്റെ MD-യും CEO-യുമായ K പോൾ തോമസ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തി. ഇസാഫ് സ്റ്റാഫ് വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാൻ ജോർജ് തോമസ് സ്വാഗത പ്രസംഗം നടത്തി. ഇസാഫ് ഗ്രൂപ്പിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു. ഇസാഫ് ബാങ്കിന്റെ ആസ്ഥാനമായ ഇസാഫ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഇസാഫ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് K ജോൺ, ഇസാഫ് കോ ഫൗണ്ടർ ജേക്കബ് സാമുവേൽ, സെഡാർ റീറ്റെയിൽ MD അലോക് തോമസ് പോൾ എന്നിവർ പങ്കെടുത്തു. We have contributed a lot, at least 77 lakh of Indian citizens. We provided, we have helped them to achieve financial inclusion or financial access. So take pride in that. What we have, along with when the country have achieved, we have contributed to the nation building. So we help people to experience financial freedom. സോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശക്തിയാണ് തീർച്ചയായിട്ടും. എന്നാൽ ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇന്ത്യ രാജ്യത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കാത്തതായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം ചെയ്യുന്ന ജോലിയുടെ മഹത്വം നമുക്ക് കൂടുതൽ നമുക്ക് അത് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് പ്രൈഡ് ഉണ്ടാവണം, രാജ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാകണം, നമ്മളുടെ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാവണം. The work we are doing. So we always claim that we are into nation building. From 2014 onwards we have been running. നടനശ്രീ നൃത്ത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. നടനശ്രീ നൃത്ത സംഗീത ചിത്രരചനാ വിദ്യാലയത്തിലെ 100ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് പുന്നംപറമ്പ് സെന്ററിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. നടനശ്രീ നൃത്താധ്യാപികയായ കലാമണ്ഡലം ചിത്ര C നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും നാട്ടുകാരും പങ്കെടുത്ത വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു നടനശ്രീ നൃത്തവിദ്യാലയം സംഘടിപ്പിച്ചത്.
SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകാരന്മാരെയും ആദരിച്ചു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. പുന്നംപറമ്പ് സെന്ററിൽ തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തക സ്വാതി സുരേന്ദ്രൻ പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. VJ ജമാൽ, V ജോയ് കുറ്റിക്കാടൻ, അഹ്സൻ ഷേഖ്, അഭിഷേക്, അഭിലാഷ് AA, ഷെരീഫ് PA, നൌഫൽ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സന്ദീപ് KR തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര യൂത്ത് കെയർ പ്രവർത്തകർ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി.
CT ദേവസി സ്മാരക ട്രസ്റ്റ് ദേശീയ പതാക ഉയർത്തി. 78ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പുന്നംപറമ്പ് CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് ട്രസ്റ്റ് ഓഫീസിന് മുൻപിൽ ചെയർമാൻ PJ രാജു ദേശീയ പതാക ഉയർത്തി. ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, തോമസ് പുത്തൂർ, K ചന്ദ്രശേഖരൻ, KR സന്ദീപ്, TV പൗലോസ്, VA ഷാജി, വിനോദ് മാടവന തുടങ്ങിയവർ പങ്കെടുത്തു. മാടക്കത്ര ഫ്രണ്ട്സ് കർഷക സംഘം നഗർ 78ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മാടക്കത്ര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് പതാക ഉയർത്തി. T മനോജ്, P ശ്രീനിവാസൻ, VC ബിനോജ്, രാധാകൃഷ്ണൻ കുളങ്ങര, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, സോജൻ മഞ്ഞില, പ്രതിനിധി യോഗം അംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾക്ക് തന്ത്രിമുക്കൻ ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് മനക്കൽ ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ NM മനോഹരൻ, ഗോപകുമാർ, നന്ദകുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും അന്നദാനമുണ്ടായിരുന്നു. BJP ഗാന്ധിനഗർ 11ാം ഡിവിഷൻ തൃശൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷവും വെള്ളപ്പൊക്കത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് അരി വിതരണവും നടത്തി. KV ശ്രീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് CB ഗോപാലകൃഷ്ണൻ, സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, PV സുബ്രഹ്മണ്യൻ, രഞ്ജിത്ത് MR, K സതീഷ് കുമാർ, ശോഭ മുകുന്ദൻ, രാധ, സ്മിത നന്ദൻ, AM ജോണി, പ്രതീഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി R ബിന്ദു പതാക ഉയർത്തി സായുധ സേനയുടെ സല്യൂട്ട് സ്വീകരിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിന് വെള്ളപ്പൊക്ക ദുരിതത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മണ്ണുത്തി ലയൺസ് ക്ലബ് ഓഫ് അഗ്രിസിറ്റി ചുവന്ന മണ്ണ് കരീഷ്മയിലെ അന്തേവാസികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നടനശ്രീ നൃത്തവിദ്യാലയത്തിലെ 100ഓളം വിദ്യാർത്ഥികൾ പുന്നംപറമ്പ് സെന്ററിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.